യുഎഫ നാഷൻസ് ലീഗിൽ പോർച്ചുഗൽ ഫൈനലിൽ. അലയൻസ് അരീനയിൽ നടന്ന സെമി ഫൈനലിൽ ജർമ്മനിയെ 1-നെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് പോർച്ചുഗൽ ഫൈനലിലേക്ക് മുന്നേറിയത്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നിർണായക ഗോളും ഫ്രാൻസിസ്കോ കോൺസെസാവോയുടെ മിന്നുന്ന പ്രകടനവും പോർച്ചുഗലിനെ വിജയത്തിലേക്ക് നയിച്ചു. 2019 ആദ്യ നേഷൻസ് ലീഗ് കിരീടം നേടിയ പോർച്ചുഗൽ ഈ വിജയത്തോടെ ചരിത്രത്തിലെ 2ാം തവണയും ഈ കിരീടം നേടാനുള്ള അവസരമൊരുക്കിയിരിക്കുകയാണ്. ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ഗോൾ നേടാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരവസരം പാഴാക്കിയപ്പോൾ ജർമ്മനിയുടെ പ്രതിരോധം ശക്തമായി നിന്നു. 2ാം പകുതിയുടെ തുടക്കത്തിൽ 48ാം മിനിറ്റിൽ ജർമ്മനിയുടെ യുവതാരം ഫ്ലോറിയൻ വിർട്സ് ഒരു മനോഹരമായ ഹെഡറിലൂടെ ജർമ്മനിയെ മുന്നിലെത്തിച്ചു. എന്നാൽ പോർച്ചുഗൽ ശക്തമായി തിരിച്ചടിച്ചു. 63ാം മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങിയ ഫ്രാൻസിസ്കോ കോൺസെസാവോ 25 വാര അകലെ നിന്ന് അതിശയിപ്പിക്കുന്ന ഗോൾ നേടി സ്കോർ തുല്യമാക്കി. 5 മിനിറ്റിന് ശേഷം 68ാം മിനിറ്റിൽ നുനോ മെൻഡസിന്റെ കൃത്യമായ ലോ ക്രോസ് റൊണാൾഡോ ഗോളാക്കി മാറ്റി പോർച്ചുഗലിന് നിർണായക ലീഡ് നൽകി. തുടർന്ന് ജർമ്മനി തിരിച്ചുവരവിന് ശ്രമിച്ചെങ്കിലും കരീം അഡയമയുടെ ഒരു ഷോട്ട് പോസ്റ്റിൽ തട്ടിയതല്ലാതെ ഗോൾ നേടാനായില്ല. പോർച്ചുഗലിന്റെ പ്രതിരോധം ഉറച്ചുനിന്ന് വിജയമുറപ്പാക്കി. മത്സരത്തിലെ കണക്കുകളിലേക്ക് വന്നാൽ 55% ബോൾ പൊസിഷൻ ജർമ്മനിക്കായിരുന്നു. 9 ഷോട്ടുകൾ മാത്രമാണ് ജർമ്മനിക്ക് മത്സരത്തിൽ തൊടുക്കാനായത്. അതിൽ 5 ഷോട്ട് ഓൺ ടാർഗറ്റ്. 535 പാസുകൾ 89% കൃത്യതയോടെ ജർമ്മനി പൂർത്തിയാക്കി. പോർച്ചുഗൽ 17 ഷോട്ടുകൾ തൊടുത്തപ്പോൾ 6 ഷോട്ട് ഓൺ ടാർഗറ്റ്. 435 പാസുകൾ 86% കൃത്യതയോടെ പോർച്ചുഗൽ പൂർത്തിയാക്കി. ഈ വിജയത്തോടെ പോർച്ചുഗൽ ജൂൺ 8 നടക്കുന്ന ഫൈനലിൽ ഫ്രാൻസ് സ്പെയിൻ സെമി വിജയികളെ നേരിടും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.